ഹായ് ഹലോ. അപ്പോൾ നമ്മളെല്ലാവരും എക്സാമൊക്കെ എഴുതിയിരിക്കുകയാണല്ലേ മക്കളെ? ഇംഗ്ലീഷ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തു എന്നൊക്കെ ചെക്ക് ചെയ്തോ? അപ്പോൾ നമുക്ക് എത്ര മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024-25 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക എനിക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി 1 എന്തായിരുന്നു? റീഡിങ് കോംപ്രഹെൻഷൻ ആണ്. ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട് അല്ലേ? റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ സ്റ്റോറി വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്ന നല്ലൊരു സ്റ്റോറിയാണ്. ഇറ്റ് വാസ് എ ക്രിസ്മസ്. ജിം വാണ്ടഡ് ടു ബൈ എ ക്രിസ്മസ് പ്രസൻറ്റ് ഫോർ ഡെല്ല ഹിസ് വൈഫ്. അല്ലേ, അതൊരു ക്രിസ്മസ് സമയമായിരുന്നു. എന്താണ് ജിമ്മിന് ആവശ്യമുണ്ട് എന്ത്? ക്രിസ്മസിന് അവൻ്റെ ഭാര്യയ്ക്ക് ഡെല്ല എന്നാണ് ഭാര്യയുടെ പേര്. ഡെല്ലയ്ക്ക് ഒരു പ്രസൻറ്റ് കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡെല്ല ആൾസോ വാണ്ട് ടു ഗീവ് ജിം എ ക്രിസ്മസ് ഗിഫ്റ്റ്. ഡെല്ലയ്ക്കും തിരിച്ച് ഹസ്ബൻഡിന് ജിമ്മിന് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കണം. ഡെല്ല പ്ലാൻ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡൻ വാച്ച്. ഡെല്ല എന്ത് തീരുമാനിച്ചു? ജിമ്മിനൊരു ഗോൾഡൻ വാച്ച് ഉണ്ട്, അപ്പോൾ അതിനൊരു ചെയിൻ വാങ്ങിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. ഡെല്ല ഹാഡ് ലോങ് ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഹെയർ. ഡെല്ലയ്ക്ക് എന്താ ഉള്ളത്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ഹെയർ ഉണ്ട് അല്ലേ, ഭംഗിയുള്ള ഗോൾഡൻ മുടിയുണ്ട്. അപ്പോൾ ജിം എന്ത് വിചാരിച്ചു? സോ ജിം ഡിസൈഡഡ് ടു ബൈ സെറ്റ് എ ബ്യൂട്ടിഫുൾ കോംസ് ഫോർ ഡെല്ല. അപ്പോൾ ജിം നല്ല ഭംഗിയുള്ള മുടിമേലിടുന്ന ക്ലിപ്പ് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ദേ ഡിഡ്ന്റ് ഹാവ് എനഫ് മണി. പക്ഷേ അവർക്ക് രണ്ടു പേർക്കും അതിനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. സോ ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ടു ബൈ കോംസ് ഫോർ ഡെല്ല. അപ്പോൾ ജിം എന്ത് ചെയ്തു? അവൻ്റെ ഗോൾഡ് വാച്ച് വിറ്റിട്ട് ആ കോംസ് മേടിച്ചു ഡെല്ലയ്ക്ക് വേണ്ടിയിട്ട്. ബട്ട് ഡെല്ല സോൾഡ് ഹെർ ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. അപ്പോൾ ഡെല്ല എന്താ ചെയ്തത്? ഡെല്ലിൻ്റെ കയ്യിലും ക്യാഷ് ഇല്ല അല്ലേ. അപ്പോൾ ഡെല്ല എന്ത് ചെയ്തു? അവൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഗോൾഡൻ ഹെയർ കട്ട് ചെയ്തിട്ട് അത് വിറ്റിട്ട് അവൾ ഹസ്ബൻഡിന് ആ ചെയിൻ മേടിച്ചു. ബോത്ത് ജിം ആൻഡ് ഡെല്ല മേഡ് സാക്രിഫൈസ് ഫോർ ദെയർ ലവ്. അങ്ങനെ അവരെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? സാക്രിഫൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡെല്ല വാണ്ട് ടു ബൈ ഡാഷ് ഫോർ ജിം അല്ലേ. എന്താണ് ഡെല്ല ജിമ്മിന് വേണ്ടി മേടിക്കാൻ തീരുമാനിച്ചത്? എ വാച്ച്, എ ചെയിൻ, എ കോം, എ ഹെയർ ക്ലിപ്പ്. എന്താണ്? ചെയിൻ എന്നാണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഡെല്ല സെൽ ഹെർ ഹെയർ? എന്തിനാണ് അവളുടെ ഹെയർ സെൽ ചെയ്ത് വിറ്റത്? ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ്. ഷീ ഹാഡ് നോ കോം. ഷീ ഡിഡ്ന്റ് ലൈക്ക് ലോങ് ഹെയർ. ജിം ആസ്ക്ഡ് ഹെർ ടു കട്ട് ദ ഹെയർ. ഏതാണ് ആൻസർ? എ ആണ് അല്ലേ. ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ്. ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ബിക്കോസ് ഡാഷ്. ജിം അവൻ്റെ വാച്ച് വിറ്റ് എന്തിനാ? ഇറ്റ് ഹാഡ് നോ ചെയിൻ. ചെയിൻ ഇല്ലാത്തത് കൊണ്ടാണോ? ഹി വാണ്ട് ടു സെൽ ഇറ്റ്. He did not like his watch. He wanted to get a money to buy gift for Della. എന്താണ് ആൻസർ? he wanted to get money to buy a gift for Della അല്ലേ. ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി? എന്താണ് ഈ സ്റ്റോറിയുടെ തീം? എ ഫാമിലി, ലവ് ആൻഡ് സാക്രിഫൈസ്, ഗിഫ്റ്റ്, ക്രിസ്മസ്. എന്താണ്? ബി ആണ്. ലവ് ആൻഡ് സാക്രിഫൈസ് ആണ് അല്ലേ. അടുത്തത്, ഫൈൻഡ് ദ വേർഡ് that means to give up something valuable. എന്താണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ് എന്ന് പറയുന്ന വേർഡാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അടുത്ത് നമ്മൾ പിക്ചർ കാണുന്നുണ്ട് അല്ലേ. ആരാണത്? ടീച്ചർ എൻ്റർ ദ ക്ലാസ്. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. ഷീ സോ എ സാഡ് ഫേസ് എമംഗ് ദ ചിൽഡ്രൻ. വളരെ ദുഃഖിതമായിട്ടുള്ള മുഖങ്ങളാണ് ചിൽഡ്രൻ്റെ കാണാൻ കഴിഞ്ഞത്. ഇറ്റ് വാസ് ചെസ്റ്റർ റാക്കൺ. അത് ആരായിരുന്നു ആ ദുഃഖത്തോടെ ഇരിക്കുന്ന ചിൽഡ്രൻ? ചെസ്റ്റർ റാക്കോൺ ആയിരുന്നു. ദ ടീച്ചർ ബിഗാൻ ടു ടോക്ക് ടു ഹിം. അങ്ങനെ ടീച്ചർ അവനോട് സംസാരിക്കാൻ തുടങ്ങി. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ചെസ്റ്റർ റാക്കൺ. അപ്പോൾ ടീച്ചറും ചെസ്റ്റർ റാക്കണും തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ, ചെസ്റ്റർ, വാട്ട് ഹാപ്പൻ? വൈ ആർ യു ലുക്കിംഗ് സോ സാഡ്? അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെസ്റ്റർ, ഐ വാണ്ട് ഗോ ടു മൈ ഹോം. ടീച്ചർ, വാട്ട് ദ റീസൺ? ചെസ്റ്റർ, ഐ വാണ്ട് പ്ലേ വിത്ത് മൈ ടോയ്സ്. ടീച്ചർ, വൈ യു ആർ അഫ്രൈഡ് ഹിയർ?
afraid. Here you have too much friends. Chester, I'm missing my mother also. Teacher, oh my dear, don't be think badly. I'm also your mother. Love you baby. Chester, love you too ma'am. Thank you. അങ്ങനെ കോൺവെർസേഷൻ അവിടെ അവസാനിക്കും. അപ്പോൾ നിങ്ങൾ എഴുതിയ കോൺവെർസേഷൻ എന്തെല്ലാം പോയിന്റ്സിൽ ഉണ്ടായിട്ടുണ്ട്, മാർക്ക് സ്കോർ ചെയ്യാൻ എന്തൊക്കെ വേണം, ഐഡിയ റെലവൻറ്റ് ടു ദ കണ്ടന്റ്, കണ്ടന്റുമായിട്ടുള്ള ഐഡിയ അവിടെ റെലവൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. യൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ഓർ എക്സ്പ്രഷൻസ് അല്ലേ, നല്ല എക്സ്പ്രഷൻ അനുസരിച്ചിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. പ്രോപ്പർ ബിഗിനിങ് ആൻഡ് എൻഡിങ്, പ്രോപ്പറായിട്ടുള്ള ഒരു തുടക്കവും അവസാനവും വേണം. യൂസ് ദ കറക്റ്റ് പങ്ക്ച്വേഷൻ, സ്പെല്ലിംഗ് ആൻഡ് ക്യാപിറ്റൽ അല്ലേ, അക്ഷരത്തെറ്റില്ലാതെ നല്ല പങ്ക്ച്വേഷൻ ആയിട്ട് വേണം നിങ്ങൾ ആ കോൺവെർസേഷൻ എഴുതാൻ. ഇത്രയും നിങ്ങൾ എഴുതിയ കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ആക്ടിവിറ്റി 3 ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ആണ്. ചെസ്റ്റർ റാക്കൻ ഹാവ് സം ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ചെസ്റ്റർ റാക്കൻസ് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമാണ്, കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമല്ല. ഡു യു ഹാവ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്? കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ സ്യൂട്ടബ്ലി. വാട്ട് ചെസ്റ്റർ റാക്കൻ ലൈക്സ്? ചെസ്റ്റർ റാക്കൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റർ ലൈക്സ് റീഡിങ് ബുക്സ്. ചെസ്റ്റർ ഡസ് നോട്ട് ലൈക്ക് ടു ഗോ ടു സ്കൂൾ. Chester likes to spend time with his family. He likes playing football. Chester does not like ice cream. He does not like to take bath in the morning. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ചെസ്റ്ററിന് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. ചെസ്റ്ററിന് പിന്നെന്താണ്, ഫാമിലിയുമായി സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്, പിന്നെ അവർക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, പിന്നെന്താണ് ഡസ് നോട്ട് ലൈക്ക് ഐസ്ക്രീം, ഐസ്ക്രീം ഇഷ്ടമല്ല. ഹി ഡഡ് നോട്ട് ലൈക്ക് ടു ബാത്ത് ഇൻ ദ മോർണിംഗ്, രാവിലെ കുളിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇനി ഇവിടെ തന്നിട്ടുണ്ട് വാട്ട് ഡു യു ലൈക്ക് ഓർ ഡിസ്ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ, ഐ ലൈക്ക് ടു ഗോ ടു ദ ലൈബ്രറി, എനിക്ക് ലൈബ്രറിയിൽ പോകുന്നത് ഇഷ്ടമാണ്. അപ്പോൾ എന്തൊക്കെ എഴുതാം അവിടെ? എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുക, ഐ ലൈക്ക് പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്, ഐ ഡിഡ് നോട്ട് ലൈക്ക് ഐസ്ക്രീം, ഐ ലൈക്ക് മൈ ഫാമിലി, ഐ ഡിഡ് നോട്ട് ലൈക്ക് വാച്ചിങ് ടെലിവിഷൻ, ഐ ലൈക്ക് ബിരിയാണി. അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടും. നിങ്ങൾ എഴുതിയ ആൻസറിനെ വിലയിരുത്തുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ്, കൺവേയിങ്സ് ദ ഐഡിയാസ് പ്രോപ്പർലി, യൂസ് ഓഫ് കറക്റ്റ് പങ്ക്ച്വേഷൻസ്, സ്പെല്ലിംഗ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ, പ്രോപ്പർ യൂസ് ഓഫ് നെഗറ്റീവ്സ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നോക്കിയിട്ടാണ് നിങ്ങൾ ടീച്ചേഴ്സ് മാർക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ആക്ടിവിറ്റി തോട്ട്സ് ആണ് അല്ലേ, ചിന്തകളാണ്. ഹാവിങ് യു റീഡ് ദ സ്റ്റോറി ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്, നിങ്ങളെ പാഠം പഠിച്ചല്ലോ അല്ലേ, സ്റ്റോറി ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന് പറയുന്ന സ്റ്റോറി വായിച്ചില്ലേ. ദ ലിറ്റിൽ ട്രെയിൻ വാസ് ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ദ ബോയ്സ് ആൻഡ് ദ ഗേൾസ് ഹൂ വർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ അല്ലേ. എന്താണ് ആ ലിറ്റിൽ ട്രെയിനിൽ ഉണ്ടായിരുന്നത്? അതർ സൈഡിലുള്ള മൗണ്ടെയിൻ്റെ അതർ സൈഡിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ടോയ്സും ഗുഡ് തിങ്സും ഒക്കെ ആയിട്ട് ലിറ്റിൽ ട്രെയിൻ പോവാണ് അല്ലേ. ഇറ്റ് വാസ് മൂവിങ് ഹാപ്പിലി അലോങ് ദ ട്രാക്ക്, നല്ല സന്തോഷത്തോടെ ആണ് പോയിരുന്നത്. ബട്ട് സഡൻലി ദ ട്രെയിൻ കെയിം ടു ദ സ്റ്റോപ്പ്, പെട്ടെന്നാണ് ആ ട്രെയിൻ നിന്നത് അല്ലേ. വാട്ട് മൈറ്റ് ബി ദ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ, എന്തൊക്കെയായിരിക്കും ആ ട്രെയിൻ നിന്നപ്പോൾ ലിറ്റിൽ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. യു മേ യൂസ് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ആസ് ഹിൻസ്. ഇവിടെ തന്നിട്ടുള്ള പോയിന്റ്സ് ഹിൻസുമായിട്ടൊക്കെ നിങ്ങളെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഡ് ദ ട്രെയിൻ നോ വൈ ഇറ്റ് സ്റ്റോപ്പ്ഡ്, ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ എന്തുകൊണ്ടാണ് ട്രെയിൻ നിന്നത്. വിൽ ഇറ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ. വിൽ ഇറ്റ് തിങ്ക് ഓഫ് ദ ടോയ്സ് ആൻഡ് ദ അതർ തിങ്സ് ഇൻ ദ ട്രെയിൻ, എന്താണ് ടോയ്സിനെ കുറിച്ചിട്ടും ട്രെയിനിലുള്ള അതർ തിങ്സിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ. വിൽ ഇറ്റ് തിങ്ക് ടു ഗെറ്റിംഗ് സംബഡി ഹെൽപ്പ്, പിന്നെ എന്തായിരിക്കും ആരെങ്കിലും സഹായിക്കുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ. വാട്ട് വിൽ ദ ട്രെയിൻ തിങ്ക് ഓഫ് ദ ബോയ്സ് ആൻഡ് ഗേൾസ്, ആ കുട്ടികളെ കുറിച്ചിട്ടും പെൺകുട്ടികളെ കുറിച്ചിട്ടും ആൺകുട്ടികളെ കുറിച്ചിട്ടും എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Oh no, what's wrong with me? I'm unable to move. Why won't my wheel turn? I want to reach the other side of the mountain. The children are waiting for me. I have so many good things to deliver to the children on the other side of the mountain. I want to make them happy, but
I can't move forward. What can I do now? I'm so worried and disappointed and hoping for a solution. I'm so helpless and frustrated too. Maybe someone will help me. അല്ലേ, അത്രയും കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു തോട്ട്സാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ എഴുതിയ തോട്ട്സിന് മാർക്ക് കിട്ടാൻ എന്തൊക്കെ പോയിന്റ് നോക്കണം? റിഫ്ലെക്ട്സ് എമോഷൻ ആൻഡ് ഫീലിങ്സ്, റെലവൻസ് ടു ദ കണ്ടെക്സ്റ്റ്, യൂസ് ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ് ടു ദ മൂഡ് ഓഫ് ദ ക്യാരക്ടർ, യൂസസ് വെറൈറ്റി ഓഫ് സെൻറ്റൻസ്, റിഫ്ലക്റ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേഷൻ സെൻറ്റൻസ്, പിന്നെ പങ്ക്ച്വേഷൻ, ക്യാപിറ്റലൈസേഷൻ, ഹാൻഡ് റൈറ്റിങ്, ഇതൊക്കെ നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ കഴിയും. അടുത്ത ആക്ടിവിറ്റി പിക്ചർ ടെയിലാണ്. ഡെവലപ്പ് ദ ഇവൻറ്റ്സ് ഇൻ ദ ഗിവൺ പിക്ചർ ഇൻ ടു എ സ്റ്റോറി. അല്ലേ, പിക്ചേഴ്സ് കണ്ടില്ലേ നിങ്ങൾ? 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് ഓരോ ഇവൻറ്റ്സും നോക്കിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ആക്കിയിട്ട് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലേ, നിങ്ങൾ നരേറ്റ് ദ പിക്ചർ. ആ പിക്ചർ നരേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? Fixes the events and characters and sequences them. Include dialogues. Using language appropriate to the context. Uses situation attribute essential എന്താണ് പെർസെപ്ഷൻസ് ആണ്. അതായത് വിച്ച് ഈസ് സീൻ, ഹിയർഡ്, ഫെൽറ്റ് എക്സെട്ര ടു ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. യൂസസ് ഓഫ് കറക്റ്റ് പങ്ക്ച്വേഷൻസ്, സ്പെല്ലിംഗ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പിക്ചർ നരേറ്റീവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇതെങ്ങനെ നമുക്ക് സ്റ്റോറിയാക്കി മാറ്റാമെന്ന് നോക്കാം. എ ബോയ് കെയർഫുള്ളി പ്ലാന്റഡ് എ സാപ്ലിംഗ്. ഹി വാട്ടേർഡ് ഇറ്റ് ഡെയിലി ആൻഡ് സോ ദ ട്രീ ഗ്രൂ ആൻഡ് ഗ്രൂ. ഹി യൂസ്ഡ് ടു ടോക്ക് ടു ദ ട്രീ എവറി ഡേ. I love you so much, you give me fruits after some time. He thanked God. He was more than happy with the growth of the tree. അടുത്തത് സ്കെച്ച് എ പിക്ചറാണ്. റീഡ് ദ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് എ പാർക്ക് ദാറ്റ് ചെസ്റ്റർ റാക്കോൺ വിസിറ്റഡ്. ഡ്രോ ദ പിക്ചർ ആൻഡ് ആഡ് ദ മിസ്സിംഗ് ഒബ്ജക്ട്സ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പാർക്ക്. അല്ലേ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആര് പാർക്ക് പോയതാ? ചെസ്റ്റർ റാക്കോൺ പാർക്ക് വിസിറ്റ് ചെയ്തപ്പോൾ കണ്ട പിക്ചേഴ്സാണ് ഇവിടെ. അല്ലേ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പാർക്ക്. ദർ ആർ ഹ്യൂജ് ട്രീസ് പ്ലാന്റ്ഡ് ഇൻ and around the park. Some flower pots are kept near the bench. Colorful flowers make the park attractive. Butterflies and dragonflies are fluttering around the flowers. A bird is sitting on the tree. There are swing slides and many go round in the park. A pond is there at the center of the park. 2 ducks are swimming in the pond. A beautiful lotus makes the pond pretty. അല്ലേ, ആ പാർക്കിൽ കണ്ട കുറേ കാഴ്ചകളെ കുറിച്ചിട്ട് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളില്ല, ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പിക്ചറിലില്ല. അപ്പം നിങ്ങളോട് അത് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലേ, ഇവിടെ പിക്ചർ കണ്ടോ നിങ്ങൾ? അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളില്ല. അപ്പോൾ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഫ്ലവർ സ്പോട്ട് ഉണ്ട്. എവിടെ? നിയർ ദ ബെഞ്ച്. ആ ബെഞ്ചിൻ്റെ അടുത്ത് കുറച്ച് ഫ്ലവർ പോട്ട് വരക്കണം. കളർഫുൾ ഫ്ലവേഴ്സ് കളർഫുൾ ഫ്ലവേഴ്സ് വരക്കണം. ബട്ടർഫ്ലൈസ്, ഡ്രാഗൺ ഫ്ലൈസ് ആ ഫ്ലട്ടറിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. ആ ഫ്ലവേഴ്സിന് ചുറ്റും തുമ്പികളും പൂമ്പാറ്റകളും പറക്കുന്നത് വരക്കണം. എ ബേർഡ് സിറ്റിംഗ് ഓൺ എ ട്രീ. ഒരു ബേർഡ് മരത്തിൽ ഇരിക്കുന്നുണ്ട് അല്ലേ, ആ മരക്കൊമ്പിൽ ഒരു ബേർഡ് വരക്കണം. ദർ ആർ സ്വിങ് സ്ലൈഡ്സ് ആൻഡ് മെറി ഗോ റൗണ്ട് ഇൻ ദ പാർക്ക്. അല്ലേ, നീന്തുന്നതും കുളിക്കുന്നതൊക്കെ വരക്കണം. എ പോണ്ട് ഈസ് ദ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പാർക്ക്. ആ പാർക്കിലുള്ള പോണ്ട് അവിടെ ഉണ്ട്. പക്ഷെ ആ പോണ്ടിൽ എന്തുണ്ട്? 2 ducks, 2 താറാവുകൾ സ്വിം ചെയ്യുന്നുണ്ട്. അത് വരക്കണം. അല്ലേ, പിന്നെ ആ പോണ്ടിനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു ലോട്ടസ് ഉണ്ട്, താമര. ആ താമരയും വരക്കണം. അപ്പോൾ നിങ്ങളുടെ പിക്ചർ ഇവിടെ നല്ല മനോഹരമായിട്ട് വരക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ലെറ്റ്സ് എഡിറ്റ് ആണ്. എഡിറ്റ് ചെയ്യാനുള്ളതാണ്. ഓൺ 10th May 1993 എ ഗേൾ യങ് എ ഓഫ് ഹിമാചൽ പ്രദേശ് കോൾഡ് ഡിക്കി
ഡോൾമ സെറ്റ് എ വേൾഡ് റെക്കോർഡ് വിത്ത് ഹി ബിക്കെയിം ദ യങ്ങസ്റ്റ് വുമൺ ഓൺ ദ വേൾഡ് ടു ക്ലെയിം ദ എവറസ്റ്റ്. അപ്പോൾ ഇതിലുള്ള അണ്ടർലൈൻ ഇട്ട ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഗേൾ എന്നാ കൊടുത്തിട്ടുള്ളത്. ആ വേർഡ് ഓർഡറിലാക്കി എഴുതാനാണ്. എന്താണ് യങ് ഗേൾ എന്നാണ് കേട്ടോ. യങ് ഗേളിന് വേർഡ് ഓർഡർ ആക്കി കൊടുക്കുക. ഫസ്റ്റത്തെ എഡിറ്റിംഗ് എന്താ യങ് ഗേൾ. രണ്ടാമത്തെ ക്യാപിറ്റലൈസേഷൻ ആണ് ഡി ക്യാപിറ്റലൈസേഷൻ ശരിയാക്കുക. മൂന്നാമത്തെ സി എന്താ ഷീ പ്രൊനൗൺ ആണ്. അപ്പോൾ ഷീ ആക്കുക. പിന്നെ പ്രിപ്പോസിഷൻ ആണ് അടുത്തത് വരുന്നത് ഇന്നാണ്. ലാസ്റ്റ് സ്പെല്ലിങ് ശരിയാക്കാനാണ് ക്ലൈംബ് CLIMB. അപ്പോൾ ഇത്രയുമാണ് എഡിറ്റിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നോക്കുക. നിങ്ങളെ പോരായ്മകൾ തിരിച്ചറിയുക. തെറ്റുണ്ടെങ്കിൽ അടുത്ത എക്സാമിന് ഇതിനേക്കാളും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള അതൊക്കെ മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ.